നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 69. ജയുടെ കോൾ കട്ടായി. അതിനുശേഷം മീനു സമാധാനമായി ഒന്നിരുന്നു. വല്യേട്ടൻ മീനുവിനോടായി ചോദിച്ചു, മീനു, അവൻ പറഞ്ഞതൊക്കെ നീ കേട്ട് കാണും അല്ലേ? അവൾ പറഞ്ഞു, അതെ, കേട്ടു വല്യേട്ട. അവളുടെ മുഖത്ത് ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വികാരമായിരുന്നു. ഇത്രയും നേരം അവളുടെ ഹൃദയത്തിൽ അലയടിച്ചു കൊണ്ടിരുന്ന സംശയത്തിൻ്റെ തിരമാലകൾ പെട്ടെന്ന് ശാന്തമായതുപോലെ. മോളെ, നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ചിലതൊക്കെ നിൻ്റെ തീരുമാനങ്ങൾ തെറ്റാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ ജയ്യുടെ കാര്യത്തിൽ നിൻ്റെ തീരുമാനമായിരുന്നു ശരിയെന്ന് വല്യേട്ടൻ മനസ്സിലാക്കുന്നുണ്ട്. നീ ഒരു പയ്യനെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം, അതും രഹസ്യമായിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ, ആ പയ്യനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കാദ്യം അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. പിന്നെ നിൻ്റെ പിടിവാശിക്ക് മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വിവാഹത്തിന് സമ്മതം തന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ കരുതിയില്ല മോളെ, നിനക്ക് ഇത്രയും പെർഫെക്റ്റായ ഒരു പയ്യനെ നീ കണ്ടുപിടിക്കുമെന്ന്. ഇത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമയായൊരുത്തനെയാണ് നീ കണ്ടുപിടിച്ചതെന്ന്. എനിക്ക് ആ ഒരു കാര്യത്തിൽ നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട്. വല്യേട്ടൻ സന്തോഷത്തോടെ തന്നെ മീനുവിനോടായി പറഞ്ഞു. ആ സമയത്ത് മീനുവിന് തൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു ജയ് പറഞ്ഞ ആ വാക്കുകൾ. മോളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട് വല്യേട്ടാ. എത്ര വലിയ മനസ്സാണല്ലേ അവൻ്റേത്. നിൻ്റെ മകളെ സ്വന്തം മകളെ പോലെയൊക്കെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അവനത് പറഞ്ഞു കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതൊരു ഷോക്കായിരുന്നു. വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്നെക്കൊണ്ടൊന്നും അത്ര പെട്ടെന്ന് പറ്റാത്തൊരു കാര്യമായിരുന്നു. സത്യം പറഞ്ഞാൽ അത് നമ്മൾ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ആദ്യ ഭാര്യയുടെ കുട്ടിയെ നമുക്ക് നമ്മുടെ മക്കളായി കാണാൻ പഠിക്കണം എന്നൊക്കെ കാര്യങ്ങൾ ഓക്കെയാണ്. എങ്കിലും അവൻ്റെ പ്രായമൊക്കെ അനുസരിച്ച് അതവൻ അത്ര ഈസി ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ നിന്നെ എല്ലാം അറിഞ്ഞ് തന്നെയാണല്ലോ അവൻ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവൻ ശരിക്കും നമ്മളെ നെട്ടിച്ചു അല്ലേ മോളെ? അതെ വല്ലേട്ടാ. നീ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം അല്ലേ? അതെ വല്ലേട്ടാ, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഞാനും കരുതിയില്ല അവൻ ഇത്ര പെട്ടെന്ന് ആ മോനെ അങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ മോളെ, അവൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലാണ്. അവൻ്റെ ചിന്താഗതിയും അവൻ്റെ സ്വഭാവവും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് ഉയരത്തിലാണ്. ഞാനന്ന് അവൻ്റെ ജോലി മാത്രം നോക്കിയിട്ട് നിനക്കവനെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരുപാട് ദുഃഖിച്ചേനെ. എനിക്ക് തോന്നുന്നു നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ദൈവം നിനക്ക് തന്നതെന്ന്. അല്ലേ മോളെ? വല്യേട്ടൻ തൻ്റെ സന്തോഷം വീണ്ടും വീണ്ടും വാക്കുകളിൽ കൂടി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതെ വല്യേട്ടാ, ഞാനും അത് മനസ്സിലാക്കുന്നു. എന്നാൽ ശരി മോളെ, ഞാൻ കോള് കട്ട് ചെയ്യട്ടെ. പിന്നെ പറഞ്ഞ കാര്യം മറക്കല്ലേ, നിന്നോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് നീ ഒരിക്കലും ജിയോട് പറയരുത്. കാരണം പറയരുതെന്ന് അവൻ അത്രയും എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. മനസ്സിലായോ? മനസ്സിലായോ വല്യേട്ടാ? ഞാൻ പറയില്ല. പിന്നെ നിന്നോട് എനിക്കിത് പറയണം എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ്. നീ കുറച്ചുകൂടി അവനോട് സോഫ്റ്റായിട്ട് പെരുമാറണം. നിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് എതിരഭിപ്രായം ഉണ്ട്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ അവനെ അത്ര നന്നായിട്ട് നോക്കുന്നില്ല എന്നൊക്കെ ഒരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. മീനു മറുപടിയൊന്നും പറഞ്ഞില്ല. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ. ദാമ്പത്യ ജീവിതം നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. പക്ഷേ എങ്കിലും
നമുക്ക് ദൈവം ഇത്രയും നല്ലൊരു ബന്ധം കൊണ്ടുവന്ന് തരുമ്പോൾ, അത് നമ്മളെ അത്രത്തോളം അയാൾക്ക് സ്നേഹിക്കാൻ പറ്റുമ്പോൾ, തിരിച്ച് അവരെ സ്നേഹിക്കുക, പരിഗണിക്കുക എന്നൊക്കെ ഒരു മര്യാദയല്ലേ? അത് വെച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. മനസ്സിലായോ എൻ്റെ മോൾക്ക്? മനസ്സിലായോ വല്യേട്ടാ? എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ദീപേച്ചിയും ഇതേ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരുടെയും ആവശ്യം നിന്റെ സന്തോഷമാണ് മോളെ. ഞങ്ങളത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നീ സന്തോഷത്തോടെ ജീവിക്കണം. അത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയാ ഈ പറയുന്നത്. മനസ്സിലായോ വല്യേട്ടാ? എന്നാൽ ശരി മോളെ, ഞാൻ കോള് കട്ട് ചെയ്യട്ടെ? ആ, ശരി ഏട്ടാ. അങ്ങനെ ആ സംഭാഷണം അവിടെ അവസാനിച്ചു. മീനുവിന് തൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. അവൻ പറഞ്ഞ ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവൾ ഓർത്തെടുത്തു. മീനുവിൻ്റെ മകളെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം മകളെ പോലല്ലേ. ഞാനും മീനുവും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ്. പാവാണമ്മു. മീനുവിനേക്കാളും പാവാണമ്മു. അങ്ങനെ അവൾ വീണ്ടും വീണ്ടും ജയുടെ വാക്കുകൾ ഓർത്തെടുത്ത് സന്തോഷിക്കുകയായിരുന്നു. ആരാണവൻ? തൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പോലും അവൾക്ക് തോന്നി. തൻ്റെ കുടുംബത്തിൽ നിന്ന് തനിക്ക് കിട്ടുന്ന സ്നേഹത്തിനു അപ്പുറത്ത് ഇവൻ തനിക്ക് നൽകുന്ന സ്നേഹം ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റില്ല എന്നവൾക്ക് തോന്നി. വെറും പേരിന് മാത്രമുണ്ടായ ഒരു ബന്ധം, അതിനും അപ്പുറത്തേക്ക് യാതൊരുവിധ താല്പര്യമോ ഫീലിങ്സോ ഇല്ലാത്ത ഒരു ബന്ധം, അതിൽ അവൻ ഇത്രത്തോളം ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കുമ്പോൾ മീനുവിന് അവനെക്കുറിച്ച് വല്യേട്ടൻ പറഞ്ഞത് കൂടിയാവുമ്പോൾ എന്തെന്നറിയാത്ത സന്തോഷമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തെ തൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി തൻ്റെ ദൈവം തനിക്ക് തന്നതാണോ അവനെ? തന്നെ ഇത്രത്തോളം മനസ്സിലാക്കുന്ന, തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാൾ. ഇത്രയും വർഷത്തെ തൻ്റെ കണ്ണീരിന് ദൈവം നൽകിയ പ്രതിഫലമാണോ അവൻ? ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുമായിരുന്നില്ല. താൻ ഇത്രത്തോളം അവനെ അവഗണിച്ചിട്ടും ഇത്രത്തോളം അവനെ വേദനിപ്പിച്ചിട്ടും തനിക്ക് വേണ്ടി മാത്രം നിൽക്കുകയാണ് അവൻ ചെയ്തത്. തന്നെ അവൻ അത്രത്തോളം സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിന്? തൻ്റെ മകളെപ്പോലും അവൻ ആ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അവൻ എത്ര വലിയ മനുഷ്യനായിരിക്കും. ജയ്യെക്കുറിച്ചുള്ള ചിന്തകൾ മീനുവിനെ വീണ്ടും വീണ്ടും സന്തോഷം കൊള്ളിക്കുകയായിരുന്നു. മീനുവും ജയ്യും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ അർത്ഥങ്ങൾ തിരയുകയായിരുന്നു ആ സമയവും മീനു. ഇനി തന്നെ അവൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ 10 ഇരട്ടി താൻ അവന് തിരിച്ചു നൽകും, അതുറപ്പാണ്. മീനു മനസ്സിൽ കുറിച്ചിട്ടു. സൂപ്പർ മാർക്കറ്റിൽ തിരക്കുകളിലായിരുന്നു ജയ്. ജയ്യെ തേടി വീണ്ടും വല്യേട്ടൻ്റെ ഫോൺ കോൾ. ഹലോ, എന്താ വല്യേട്ടാ? ഇപ്പോൾ വിളിച്ച് വെച്ചതല്ലേ ഉള്ളൂ. അത് എനിക്കിതിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നടാ. നീ എപ്പോഴാണ് ഒന്ന് ഫ്രീ ആവുക? വല്യേട്ടൻ ആദ്യം തന്നെ ചോദിച്ചു. ആ, എന്താ വല്യേട്ടാ കാര്യം? പറഞ്ഞോളൂ. അത് ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല, നേരിട്ട് തന്നെ കാണണം. അതിനിപ്പോൾ വല്യേട്ടൻ നാട്ടിലുണ്ടോ? ആ, ഇപ്പം ഞാൻ നാട്ടിലുണ്ട്. എന്നാൽ ശരി, വല്യേട്ടൻ പറഞ്ഞോ എപ്പോഴാണ് കാണേണ്ടത്? ഞാനവിടെ വരാം. എവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ കുഴപ്പമില്ല, നീ സമയവും സ്ഥലവും പറഞ്ഞോ, ഞാനവിടെ വരാം. അത് വേണ്ട, വല്യേട്ടൻ പറഞ്ഞോളൂ. എനിക്കെവിടെയായാലും പ്രശ്നമില്ല. എന്താ വല്യേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജയ് ആശങ്കയിൽ വല്യേട്ടനോടായി ചോദിച്ചു. എടാ, പ്രശ്നമൊന്നുമല്ല. ഞാനിത് കുറച്ച് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ എന്തോ ആ സമയത്ത് സാധിച്ചില്ല. അപ്പോൾ ആ തെറ്റ് എനിക്ക് തിരുത്തണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. എന്താ വല്യേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ, ഒന്നുമില്ല. നീ പറ, എപ്പോൾ വരാൻ പറ്റും? എവിടെയാണ് വരാൻ പറ്റുക അവിടെ പറഞ്ഞാൽ മതി. വല്യേട്ടൻ ലൊക്കേഷൻ പറഞ്ഞോളൂ, ഞാൻ അവിടെ എത്താം. സമയം വല്യേട്ടൻ തീരുമാനിച്ചോളൂ. എന്നാൽ ശരി, ഞാൻ അയക്കാം. ഓക്കെ? ഓക്കെ ഏട്ടാ. ഇതും പറഞ്ഞ് ജയ് കോൾ കട്ട് ചെയ്തു. അവൻ വീണ്ടും അവൻ്റെ ജോലിയിൽ മുഴുങ്ങി. മീനു തൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളിലും ചിന്തകളിലും. മണിക്കൂറുകൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി. വല്യേട്ടൻ പറഞ്ഞ സ്ഥലത്ത് ജയ് എത്തി.
അവൻ വല്യേട്ടനെ കാത്തിരുന്നു. അപ്പോഴേക്കും വല്യേട്ടനും അവിടെ എത്തി. എന്താ വല്യേട്ടാ, എന്താ കാര്യം? വല്യേട്ടൻ എനിക്ക് ഒരു സംശയം തന്നിട്ടാ പോയത്. അതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട് എനിക്ക്. ഒന്നുമില്ലടാ, നീ ഇവിടെ ഇരിക്ക്, വാ. അവനെ വല്യേട്ടൻ ഇരിക്കാൻ നിർബന്ധിച്ചു. അവനിരുന്നു. ഇതൊന്ന് നോക്കിയേ. അവൻ്റെ നേരെ കുറച്ച് ഫയലുകൾ വല്യേട്ടൻ നീട്ടി. ഇതൊക്കെ എന്താ വല്യേട്ടാ? നീ ആദ്യം അതൊക്കെ നോക്ക്. ഇത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അല്ലേ? ആ, എല്ലാം ഉണ്ട്, നീ നോക്ക്. ഇതെന്തിനാ ഇപ്പം ഞാൻ നോക്കുന്നത്? എടാ, കാര്യമുണ്ട്, നീ നോക്ക്. അല്ല വല്യേട്ടാ, എന്താ കാര്യം? നിന്റെ ഭാര്യയുടെ പേരിലുള്ള സകല സ്വത്തുക്കളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. നീ ഇതൊന്ന് നോക്ക്. അല്ല വല്യേട്ടാ, ഇതെന്തിനാ ഇപ്പം ഞാൻ നോക്കുന്നത്? അവൻ വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എടാ, നിന്റെ ഭാര്യയെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരറിവ് വേണ്ടേ? അതിനു വേണ്ടി നീ നോക്കാദ്യം. അതെന്തിനാ വല്യേട്ടാ? എനിക്ക് അവളുടെ സ്വത്തൊക്കെ എവിടെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? എടാ, ഒന്ന് നോക്കടാ. ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം തന്നതല്ലേ. നോക്കടാ. ഞാനല്ലേ പറയുന്നത്, ഒന്ന് നോക്ക്. എന്തൊക്കെയാണ് നിന്റെ ഭാര്യ എന്നൊന്നും നിനക്കൊന്ന് അറിയാലോ. വല്യേട്ടൻ്റെ നിർബന്ധത്തിന് മുന്നിൽ മറ്റൊന്നും പറയാൻ ജയ് നിന്നില്ല. അവൻ ആ ഫയലുകൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. അവൻ്റെ പരിശോധനകൾ മുഴുവൻ അവനെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു. അവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കണക്കുകൾ, രേഖകൾ. അവൻ വീണ്ടും വീണ്ടും അത്ഭുതത്തോടെ അടുത്ത പേജുകൾ മറിച്ചുകൊണ്ടേയിരുന്നു. താൻ കരുതിയതുപോലെ ഒരു ചില്ലറക്കാരിയല്ല തൻ്റെ ഭാര്യ. അവളൊരു ഡോക്ടറാണെന്നും ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണെന്നും ജയ്ക്കറിയാമായിരുന്നു. വല്യേട്ടൻ തനിക്ക് വേണ്ടി അവളെ ഒഴിവാക്കാൻ കോടികൾ ഓഫർ ചെയ്തപ്പോൾ അവൾക്ക് കുടുംബസ്വത്തായി കോടികൾ ഉണ്ടെന്നും ജയ് മനസ്സിലാക്കിയിരുന്നു. അതിനും അപ്പുറത്തേക്ക് അവളെക്കുറിച്ച് ഒന്നും ജയ്ക്കറിയില്ല. സമ്പന്നതയുടെ കുടുംബത്തിൽ പിറന്നവൾ എന്നത് മാത്രമായിരുന്നില്ല അവളുടെ ലേബൽ. അവൾ സ്വന്തമായി തന്നെ ഒരു കോടീശ്വരിയായിരുന്നു. കോടിക്കണക്കിന് ആസ്തിയുടെ സ്വത്തുക്കളുടെ ഉടമയായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ഒരുപാട് ഉയരത്തിലായിരുന്നു. താൻ കരുതിയതുപോലെ ഒരു നിസ്സാരക്കാരിയല്ല അവൾ. എങ്കിലും ഇത്രത്തോളം ഉയരത്തിലാണ് അവളെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. കണ്ണുകളെപ്പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള ആ കണക്കുകൾ അവനെ ശരിക്കും തളർത്തിയെന്ന് തന്നെ പറയാം. അവൻ ആ ഫയലുകൾ അവസാനത്തെ പേജും കൂടി നോക്കി മടക്കി. അവൻ വല്യേട്ടനെ നോക്കി. എന്തിനായിരിക്കും ഈ ഫയലുകൾ ഇപ്പോൾ നോക്കാൻ തന്നോട് പറഞ്ഞത്? എന്തായിരിക്കും വല്യേട്ടൻ്റെ മനസ്സിൽ? താൻ വിചാരിക്കുന്നതിനേക്കാളും ഉയരത്തിലാണ് തൻ്റെ ഭാര്യ എന്ന് തന്നെ ബോധ്യപ്പെടുത്തുകയാണോ വല്യേട്ടൻ്റെ ഉദ്ദേശം? ആ സംശയത്തോടെ അവൻ വല്യേട്ടനെ ശരിക്കും നോക്കി. നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല വല്യേട്ടൻ, ഇതൊക്കെ ഇപ്പോൾ എന്നെക്കൊണ്ട് നോക്കിപ്പിച്ചതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഇതുകൂടി നോക്ക്. അതിനുള്ള മറുപടി പറയാതെ വല്യേട്ടൻ അടുത്ത ഫയൽ കൂടി ജയുടെ മുന്നിലേക്ക് നീട്ടി. ഇതെന്താ? ഇത് എന്നെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. നോക്ക്. എന്തിനാ വല്യേട്ടാ? വല്യേട്ടൻ കാര്യം പറ. ഇങ്ങനെ വെറുതെ എനിക്കൊരു ടെൻഷൻ തരല്ലേ. എടാ, ഇതിൽ ടെൻഷൻ അടിക്കാൻ എന്താ ഉള്ളത്? അല്ല, ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഒരു ടെൻഷൻ. അതിൻ്റെ ഒരു കാര്യമില്ല. ഞാൻ പറയാം. ഇതുകൂടി നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ? വേണ്ട വല്യേട്ടാ, എനിക്ക് നോക്കണ്ട. വല്യേട്ടൻ കാര്യം പറ പ്ലീസ്. ഇത് മുഴുവൻ മീനുവിൻ്റെ പേരിലുള്ളതാണ്. നീ കണ്ടില്ലേ? കണ്ടു. ഇതെന്തിനാ എന്നെ കാണിച്ചതെന്നാ ഞാൻ വല്യേട്ടനോട് ചോദിക്കുന്നത്. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നിൻ്റെ പേരിലാക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ജയ് ശരിക്കും ഒന്ന് നെട്ടി. എന്ത്?
ഇതിൽ നിന്ന് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും നിന്റെ പേരിലേക്കാം മാറ്റാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. അതുമാത്രമല്ല, ഞാൻ നിനക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി റെഡിയാക്കാൻ തീരുമാനിച്ചു. എത്ര കോടി വേണമെന്ന് നീ പറഞ്ഞാൽ മതി. വല്യേട്ടൻ വീണ്ടും അതേ ഓഫർ ജയുടെ മുന്നിൽ വെച്ചു. എന്തായിരിക്കും വല്യേട്ടൻ്റെ മനസ്സിൽ? ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണോ? അതിനുവേണ്ടി വീണ്ടും കോടികൾ ചിലവഴിക്കാനാണോ തീരുമാനം? അല്ലെങ്കിൽ തന്നെ ഒഴിഞ്ഞു പോവാൻ താൻ തയ്യാറായി നിൽക്കുകയാണ്? അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ എന്തിനു വല്യേട്ടൻ വെക്കുന്നു? ജയ് വീണ്ടും വല്യേട്ടനെ സൂക്ഷിച്ചു നോക്കി. നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. വല്യേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? മീനുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണം എന്നാണോ? അവൻ തൻ്റെ സംശയം കൂടുതലൊന്നും ചിന്തിക്കാതെ തന്നെ വല്യേട്ടനോടായി ചോദിച്ചു. ഏയ്, നീ എന്തൊക്കെയാടാ ഈ പറയണേ? അല്ല, പിന്നെ എന്തിനാണിപ്പോൾ എനിക്ക് കോടികളൊക്കെ തരുന്നത്? എടാ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല കേട്ടോ നീ. പിന്നെ എടാ, വിവാഹത്തിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാവരും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വിവാഹം പെട്ടെന്നായിരുന്നല്ലോടാ. പിന്നെ അവിടെ രഹസ്യവും എല്ലാം കൂടിയായിട്ട് വിവാഹത്തിന് വേണ്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും നിന്നെ ഉൾക്കൊള്ളാനും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീധനം എന്നൊരു കാര്യം തരാൻ പറ്റിയില്ല. അല്പം വൈകിപ്പോയി എന്നെനിക്കറിയാം. നേരത്തെ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം കൂടി ആയിരുന്നു ഇത്. എന്നാലും വൈകിപ്പോയി. എന്നാലും ഇനിയെങ്കിലും ചെയ്യാലോ എന്ന് ഞാൻ കരുതി. സ്ത്രീധനമായിട്ട് നിനക്ക് ചോദിക്കാം. എന്ത് വേണമെങ്കിലും തരാൻ റെഡിയാണ്. മീനുവിൻ്റേത് മാത്രം നീ നോക്കണ്ട, എൻ്റേത് കൂടി നീ പരിശോധിച്ചോ. ഇതിലേത് പ്രോപ്പർട്ടി വേണമെങ്കിലും, ഏത് ബിസിനസ് ഡീലാണെങ്കിലും, എന്താണേലും നിനക്ക് തരാൻ ഞങ്ങൾ റെഡിയാണ്. അതുകൂടാതെ എത്ര കോടികൾ വേണമെന്ന് നീ പറയും, അതും തരാൻ റെഡിയാണ്. ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്. ജയ് ശരിക്കും നെട്ടി. തന്നെ ഒഴിവാക്കുകയല്ല ആവശ്യം. എടാ, നീ എന്താ ചിന്തിക്കുന്നത്? പിന്നെ നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഞാൻ നിന്നെ ഒഴിവാക്കുകയാണെന്ന്. എടാ, അന്ന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, അത് ഞാൻ സമ്മതിക്കുന്നു, നിഷേധിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇനി ഒരിക്കലും അത് ഉണ്ടാവില്ലടാ, അത് ഉറപ്പാണ്. നിന്നേക്കാളും ബെസ്റ്റായിട്ട് ഒരാളെ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി എനിക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റില്ലടാ, അതെനിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ നീ സ്വപ്നത്തിൽ പോലും അങ്ങനെ നീ ചിന്തിക്കരുത്. വല്യേട്ടൻ പറഞ്ഞു നിർത്തി. എൻ്റെ പെങ്ങളുടെ ഭർത്താവായിട്ടല്ല, എൻ്റെ സ്വന്തം മകനായിട്ട് പോലും ഞാൻ നിന്നെ അംഗീകരിച്ച് കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ നിന്നെ ഒഴിവാക്കാമോ? എന്തൊക്കെയാണ് നീ പറയണേ? അല്ല, പെട്ടെന്ന് വല്യേട്ടൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ ആ കാര്യം ഓർത്തു, അത്രയേ ഉള്ളൂ. പോട്ടെ, അത് കഴിഞ്ഞു. നീ പറ, നിനക്കിതിലേത് വേണം? നിൻ്റെ പേരിൽ ഏത് കാര്യമാണ് മാറ്റേണ്ടത്? വല്യേട്ടാ, പണം കൊണ്ട് അളക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഒരു ബന്ധമായിട്ട് ഞങ്ങളുടെ ബന്ധം നിലനിന്നോട്ടെ. അതിലേക്ക് പണം ഇടയ്ക്ക് കൊണ്ടുവരേണ്ട. അല്ലടാ, അത് പിന്നെ പണത്തിൻ്റെ ആവശ്യങ്ങൾ എനിക്കങ്ങനെ ഇല്ല. എൻ്റെ ജോലി കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. അല്ലാതെ ഈ കോടികളൊക്കെ വന്നാൽ എനിക്കത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അതൊന്നും എനിക്ക് താങ്ങൂലോ വല്യേട്ടാ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ പ്ലീസ് വല്യേട്ടാ, ഇപ്പോൾ ഉള്ള ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, അതൊന്നും ഈ വല്യേട്ടൻ പറഞ്ഞ ഈ കോടികൾ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖം അതിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയാലും ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സോറി വല്യേട്ടാ, എനിക്കിത് വേണ്ട. എടാ, വല്യേട്ടൻ വീണ്ടും ശരിക്കും നെട്ടി. ഒരു സാധാരണക്കാരൻ അന്നവൻ കോടികൾ നിഷേധിച്ചപ്പോൾ അത് അവളോടുള്ള സ്നേഹമാണെന്ന് തോന്നിയിരുന്നു. ഇന്നും അതവൻ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അവൻ താൻ ചിന്തിക്കുന്നതിനേക്കാളും ഒരുപാട് ഉയരത്തിലാണെന്നുള്ള ചിന്ത വീണ്ടും വല്യേട്ടന് സന്തോഷം നൽകി. എടാ,
പ്ലീസ് നിർബന്ധിക്കല്ലേ ഏട്ടാ. ഇതിൻ്റെ പേരിൽ ഇനിയൊരു ചർച്ചയോ ഒരു സംസാരമോ നമുക്കിടയിൽ വേണ്ട. എനിക്ക് ആ ജോലി ഓക്കെയാണ്. ഞാനതിൽ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ കോടീശ്വരിയായ വല്യേട്ടൻ്റെ പെങ്ങളെ നോക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ലല്ലോ. അവളുടെ കാര്യങ്ങൾക്കൊന്നും എനിക്ക് പൈസ ചെലവില്ല. പിന്നെന്തിനാ ഞാൻ നിങ്ങളുടെ അടുത്തുന്ന് കാശ് വാങ്ങുന്നത്? പിന്നെ സ്ത്രീധനം അതെനിക്ക് തീരെ താല്പര്യവുമില്ല. അം, അല്ലടാ, പ്ലീസ് വിട്ടേക്ക്. മതിയല്ലേട്ടാ. അവൻ വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചു. ആം, എന്നാ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. ആം, എന്താ വല്ലേട്ടാ? അവൻ വീണ്ടും ചോദിച്ചു. എന്നാൽ പിന്നെ നീ ഇപ്പം നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റില്ലേ, അത് ഞാൻ നിൻ്റെ പേരിൽ എഴുതി തരാം. എന്തു പറയുന്നു? നീ അവിടെ താല്പര്യത്തോടെ തുടർന്നോളൂ. ജോലിക്കാരനായിട്ട് വേണ്ട, മുതലാളിയായിട്ട്. എന്തു പറയുന്നു? വല്യേട്ടൻ്റെ ആ ഓഫറെങ്കിലും ജയ് സ്വീകരിക്കുമെന്ന് കരുതി. ആ, അയ്യോ വല്യേട്ടാ, അവിടെ ജോലിക്കാരനായിട്ട് തുടരുന്നതിൻ്റെ സുഖം മുതലാളിയായി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എടാ, എല്ലാത്തിനും നീ ഇങ്ങനെ പറയല്ലേ, പ്ലീസ് ഡാ. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്ക് വല്യേട്ടനോട് ചോദിക്കാമല്ലോ. അത് ഞാൻ ചോദിച്ചോളാം. അല്ലാതെ എനിക്ക് വേണ്ട വല്യേട്ടാ, പ്ലീസ്. വല്യേട്ടൻ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ഇതിനകത്ത്. പിന്നെന്താ, ഞാൻ ആ സൂപ്പർ മാർക്കറ്റിലെ ജോലി കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണ്. എനിക്കതിൽ യാതൊരു പരാതിയുമില്ല. എൻ്റെ ആവശ്യത്തിനുള്ള പൈസ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന ജോലികൾക്ക് ഞാൻ ചെയ്യുന്നുമുണ്ട്. എനിക്ക് ജീവിക്കാൻ അത് തന്നെ ധാരാളം. ഇതിൽ കൂടുതൽ എനിക്ക് ആവശ്യമില്ല വല്ലേട്ടാ. എടാ, എന്നാലും ഒരെന്നാലും ഇല്ല. എനിക്ക് ആവശ്യം വന്നാൽ ഞാൻ ധൈര്യമായിട്ട് വല്യേട്ടനോട് ചോദിക്കും. അത് ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. എനിക്കിപ്പോൾ വേണ്ട, പോരെ. ആ സൂപ്പർ മാർക്കറ്റെങ്കിലും എനിക്ക് വേണ്ട വല്ലേട്ടാ, അതുകൊണ്ടാ. അവൻ വീണ്ടും പറഞ്ഞു. "ആം, എടാ, നീ എന്നിങ്ങനെ തോൽപ്പിക്കില്ലേടാ. നിന്റെ മുന്നിൽ ഞാൻ വല്ലാണ്ട് ചെറുതായി പോകുന്നടാ." വല്യേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിലെന്താ വല്യേട്ടാ തോക്കാനുള്ളത്? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, വല്യേട്ടൻ്റെ കാര്യം പറഞ്ഞു. ഇതിലിപ്പോൾ എന്താ ഉള്ളത്? എടാ, ഞാനൊക്കെ 1 രൂപ എങ്ങനെ ഉണ്ടാക്കാം, 10 രൂപ ലാഭം എങ്ങനെ ആക്കാം എന്ന് ചിന്തിക്കുന്നവനാ. നീ ഇത് കോടികൾ മുന്നിൽ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് പറയുന്നു. എനിക്കിതിനെ അളക്കാൻ പറ്റുന്നില്ലടാ. നിങ്ങൾക്ക് കോടികൾ ആസ്വദിച്ച് സുഖമായതുകൊണ്ട് ആ ലാഭത്തിൻ്റെ പുറകെ പോകാൻ തോന്നുന്നുണ്ടാവും. എനിക്ക് കഷ്ടപ്പാട് മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് ചിന്തിച്ച് ജീവിച്ചതുകൊണ്ട് എനിക്കിതാ സുഖം. പോട്ടെ വല്ലേട്ടാ, സമയമില്ല. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. വല്യേട്ടനോട് കൂടുതലൊന്നും അവൻ പറയാൻ നിന്നില്ല. തന്നെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ആരോടും പറയുന്നതിനോട് അവന് വലിയ താല്പര്യവുമില്ല. കൂടുതലൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അവൻ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.